നമസ്കാരം എല്ലാവർക്കും ജോബ് റൂൾസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോ അല്ല, SSCയുടെ MTS എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. SSCയുടെ MTSൻ്റെ സിലബസ് എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് SSCയുടെ എക്സാമിനേഷൻ പോലെ തന്നെയാണ്. ജനറൽ ഇൻ്റലിജൻസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ് എല്ലാത്തിൽ നിന്നും 25 ക്വസ്റ്റ്യൻ വെച്ച് 25 മാർക്ക്, അങ്ങനെ മൊത്തം 100 മാർക്ക് 90 മിനിറ്റ്. സാധാരണ SSCയുടെ എക്സാമിനേഷൻ 25 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 50 മാർക്കാണ്, ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ച്. പക്ഷേ ഇതിൽ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് തന്നെയാണ്. ആൻഡ് ടൈമിംഗ് 60 മിനിറ്റ് അല്ല 90 മിനിറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ SSCയുടെ ഏതെങ്കിലും എക്സാമിനേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ CHSലോ CGLോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ ആയിരിക്കും. ഇതൊട്ടും ടഫ് ഇല്ലാത്തൊരു എക്സാമിനേഷനാണ് SSCയുടെ തന്നെ. അതുമാത്രമല്ല അത്യാവശ്യം സമയവും തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ഈ ഒരു എക്സാമിനേഷൻ എന്നല്ല, SSCയുടെ എന്നല്ല, PSC ഏതാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 3-4 എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് എപ്പോഴും ആവർത്തിച്ച് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. ആ ടോപ്പിക്കുകൾ പഠിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ്. ഈ 3 കാര്യവും ഉറപ്പായിട്ട് നിങ്ങൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പം നിങ്ങൾ ഓൾറെഡി ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന സ്ട്രാറ്റജിയിൽ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം MTS ആണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവർ എന്നുണ്ടെങ്കിൽ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഫ്രഷ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ട്രൈ ചെയ്യുക. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെയോ അൺഅക്കാഡമിയുടെയോ അല്ലെങ്കിൽ ഗ്രേഡപ്പിൻ്റെയോ ഒക്കെ ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ പെയ്ഡ് മോക്ക് വേണ്ട, അല്ലാതെ ഫ്രീ ആയിട്ട് ഇവർ ഡെമോയ്ക്ക് വേണ്ടി 2-3 അല്ല മിനിമം ഒരു 2 എണ്ണമെങ്കിലും കാണും എല്ലാ വെബ്സൈറ്റിലും. അത് നിങ്ങൾ കയറി അറ്റംപ്റ്റ് ചെയ്യുക. അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 100 മാർക്കിൽ എത്ര മാർക്കാണ് വരുന്നത് എന്ന് നോക്കുക. അപ്പം നിങ്ങളങ്ങനെ ഫ്രീ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 25 മാർക്കിലൊക്കെ താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവും ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റും വേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ടൊന്നും എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ഈ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്സിനും കറക്റ്റായിട്ട് എടുത്ത് നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യം വരും. ഒത്തിരി സമയവും വേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് ഒരു 25-നും 70-നും ഇടയ്ക്കാണ് മാർക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയ 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 ഫോൾട്ടുകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഫോൾട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ടോപ്പിക്ക് ഡീപ്പായിട്ട് പഠിക്കുക. ഏത് ടോപ്പിക്കിൽ നിന്നാണെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വീഡിയോ കിട്ടും. ആ ടോപ്പിക്ക് എടുത്ത് പഠിക്കാം. അതല്ല നിങ്ങൾക്ക് 70-ൽ കൂടുതൽ തന്നെ ഉണ്ട്, എത്ര മോക്ക് ചെയ്താൽ 70 കൂടുതലാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ മോക്കിലും 70 കൂടുതലാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയിരിക്കും. അപ്പോൾ മോക്കിൻ്റെ മാർക്ക് ഞാൻ കുറച്ച് ഹൈ ആണ്, കട്ട് ഓഫിനെ കഴിഞ്ഞ് ഹൈ ആയിട്ടാണ് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എക്സാം ഹാളിൽ കയറുമ്പോഴത്തേക്കും കുറച്ച് ടെൻഷനൊക്കെ വന്നിട്ട് 3-4 മാർക്ക് ആ ടെൻഷൻ കാരണം തന്നെ ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കട്ട് ഓഫിന് മുകളിൽ വേണം നമ്മൾ. ഇപ്പോൾ ഒരു 130 ആ റേഞ്ച്, ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു 80 റേഞ്ചിലാണ് കട്ട് ഓഫ് എങ്കിൽ നിങ്ങൾ 85-ന് വേണ്ടിയിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കട്ട് ഓഫിൽ എത്താൻ പറ്റുള്ളൂ. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രീവിയസ് ഇയർ നോക്കണമെന്നൊന്നുമില്ല. ഓൾമോസ്റ്റ് ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നാൽ മതി. പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഒരു 10 ദിവസം മുന്നേ പ്രീവിയസ് ഇയർ മാത്രം പഠിക്കുക. അതല്ല നിങ്ങൾ എബവ് ആവറേജ് നന്നായിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു 5 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ പ്രീവിയസ് ഇയർ നോക്കാനായിട്ട്. പ്രീവിയസ് ഇയർ ഒരു 3-4 ആദ്യമൊക്കെ നമുക്ക് ടഫായിട്ട് തോന്നും ചെയ്യുമ്പോൾ, പക്ഷേ പിന്നെ പിന്നെ നമുക്കത് ഈസി ആയിട്ട് മാറുന്നതാണ്. അപ്പം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുക. ഈ 10 ദിവസം പ്രീവിയസ് ഇയർ മാത്രം നോക്കുക. അത് റിപ്പീറ്റ് ചെയ്ത് തെറ്റുന്നത് റിപ്പീറ്റ് ചെയ്ത് തന്നെ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടോപ്പിക്സ് പറയാം ലാസ്റ്റ്. ആ ടോപ്പിക്കിൽ നിന്നാണ് തെറ്റുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും 2-3 പ്രാവശ്യം ഒന്ന് പഠിച്ചു വെക്കുക. അതല്ലാത്ത അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്കിൽ നിന്ന് തെറ്റുവാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. കുറച്ച് ടോപ്പിക്കൊക്കെ അവിടെ ഇവിടെയും സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഈ പരീക്ഷയ്ക്ക് വലിയ കാര്യമൊന്നും വരില്ല. അത് ഫ്രീക്വൻ്റ്ലി ആ ടോപ്പിക്ക് അല്ല എന്നുണ്ടെങ്കിൽ. ഫ്രീക്വൻ്റ്ലി ആ ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്നതാണെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത് പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി നമുക്ക് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ റീസണിങ്ങിൻ്റെ ടോപ്പിക്കാണ് എഴുതിയിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ, അനലോഗി, കോഡിംഗ്, ഡീകോഡിംഗ്, മെട്രിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, വേർഡ് ഫോർമേഷൻ്റെ 1-2 ക്വസ്റ്റ്യൻ,
വേർഡ് അറേഞ്ച്മെൻറ്റ്, ഡിക്ഷണറിയിൽ വരുന്ന പോലെ കുറേ വേർഡ്സ് തന്നിട്ട് ഇതിൽ എത്രാമത്തെ വേർഡാണ് ഡിക്ഷണറിയിൽ ആദ്യം വരുന്നത്, രണ്ടാമത് വരുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ വെൻ ഡയഗ്രാം ചോദിക്കും, ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, ബ്ലഡ് റിലേഷൻ, മിസ്സിംഗ് നമ്പർ, പസിൽ, സീരീസ്, നോൺ വെർബൽ റീസണിങ്. ഇത്രയും ടോപ്പിക്സ് മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക. ഇനി അടുത്തത് മാത്സിലേക്ക് വരികയാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജ്, ഏജസ്, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അത് ആദ്യം തന്നെ പഠിക്കുക. പിന്നെ നമ്പർ സീരീസ്, നമ്പർ സിസ്റ്റം, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ആൾജിബ്ര, ജോമെട്രി, ടിക്നോമെട്രി, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ആൾജിബ്ര, ജോമെട്രി, ടിക്നോമെട്രി ഇത് മൂന്നും CGL-നും CHSL-നും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. CPO ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ MTS-ലേക്ക് വരുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ ടോപ്പിക്സ് ഒന്നും. ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും, ക്ലോസ് ടെസ്റ്റ് വരും, സ്പെല്ലിംഗ് ചെക്ക് വരും, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് വരും, സെൻറ്റൻസ് കറക്ഷൻ വരും, എറർ ഡിറ്റക്ഷൻ വരും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിംസ്, ആൻറ്റോണിംസ് ഇതെല്ലാം തന്നെ വരും. ഇതിൻ്റെ സൈഡിൽ നമ്പർ കൊടുത്തേക്കുന്നത് എത്ര ക്വസ്റ്റ്യൻ വരും എന്നാണ്. പിന്നെ ഇഡിയോംസ് ആൻഡ് ഫ്രേസസും വരും, 2 ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ജനറൽ അവയർനെസ്സിലേക്ക് പോകാം. ജനറൽ അവയർനെസ്സിൽ സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് MTS-ൻ്റെ എക്സാമിനേഷന്. ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമിക്സ്, കൾച്ചർ. കൾച്ചർ പറയുമ്പോൾ നമ്മുടെ ഫോക്ക് ഡാൻസ്, ആർട്ട് ഫോംസ് ഇതെല്ലാം പഠിച്ചിരിക്കണം. ഒരു സ്റ്റേറ്റ് വൈസ് തന്നെ പഠിക്കണം. പിന്നെ സയൻസ് ആകുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസ്. ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസിൽ വരുമ്പോൾ നമ്മുടെ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നോബൽ പ്രൈസിൻ്റെ എന്തെങ്കിലും എന്താ പറയുക, ചാഡ്വിക്കിന് എന്തിൻ്റെ കാര്യത്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസിൽ നിന്ന് വരാറുണ്ട്. ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ 3 to 4 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പാസ്റ്റ് ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കണം. പക്ഷേ നിങ്ങൾക്ക് ഒരു 4 മാസത്തെ പ്രീവിയസ് 4 മാസത്തെ കുറച്ച് തറവായിട്ട് പഠിക്കാം. പിന്നെ സമയമുണ്ടെങ്കിൽ ആ ബാക്കിലുള്ള 2 മാസത്തെയും കൂടെ പഠിക്കാം. പിന്നെ സ്പോർട്സ്, ഈ കറണ്ട് അഫയേഴ്സിൽ തന്നെ സ്പോർട്സ് വരുന്നതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില ലൈക്ക് എന്താ പറയുക, സുൽത്താൻ അഷ്റാൻസ കപ്പ്, നിക്സൺ കപ്പ് ഇതൊക്കെ ഏതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ചില ആളുകളുടെ പേര് തന്നിട്ട് അവരേത് ഗെയിമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ഇപ്പോൾ നമുക്ക് ഡിസംബറിൽ പറയണം December 1 എന്താണ് ഇമ്പോർട്ടൻസ്, December 4 എന്താണ് ഇമ്പോർട്ടൻസ്, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ഗവൺമെൻറ് സ്കീം, ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് പഠിക്കാം. സ്റ്റേറ്റിൻ്റെ നിങ്ങൾ സ്റ്റേറ്റ് വൈസ് പഠിച്ചില്ലെങ്കിലും സെൻട്രലിൻ്റെ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ MTS എക്സാമിനേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു 20 to 30 ഡേയ്സ് അത്രയും തന്നെ വേണ്ട ശരിക്കും MTSൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര ഈസി എക്സാമിനേഷനാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ. അതെല്ലാം നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.